ലണ്ടൻ ടവർ ബ്രിഡ്ജിന്റെ മുകളിലൂടെ ഞാൻ എന്റെ പ്രിയതമനോടൊപ്പം നടന്നു. അവിടെ മാത്രം പ്രത്യേകിച്ച് കാറ്റൊന്നുമില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ നടന്നു. ഇവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾ വേറൊരു സ്ഥലത്തൂടെ പോയിരുന്നു, അതൊന്ന് കണ്ടാലോ? അതെ ഗൈസ്, സോ നമ്മൾ ഇന്ന് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ആദ്യം നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ അബയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ അത്ര കണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. എന്ന് വെച്ചാ ഇയർ 1066 തൊട്ട് ഒട്ടുമിക്ക ബ്രിട്ടീഷ് കൊറോണേഷൻസും നടന്നിട്ടുള്ളത് ഈ ഒരു ചർച്ചിൽ വെച്ചാണ്. കൂടാതെ സർ ഐസക് ന്യൂട്ടൺ, ചാൾസ് ഡാർവിൻ, പല ബ്രിട്ടീഷ് രാജാക്കന്മാർ അങ്ങനെ പല പ്രശസ്തരെയും സംസ്കരിച്ചിട്ടുള്ളതും ഈ ചർച്ചിലാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോയി 2011 കിങ് വില്യം ആൻഡ് കാതറിൻ മിൽട്ടന്റെ വിവാഹം നടന്നതും ഇവിടെയാണ്. എന്തിനധികം യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള പൈതൃക സ്മാരകം കൂടിയാണ് ഈ ചർച്ച്. പിന്നെ ഈ ചർച്ച് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം വരാൻ. സ്പോട്ട് ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ച് വരികയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ശരിക്കും സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് പറയണതാ. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ ലണ്ടനായി അവിടെ കാണായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദ ഐക്കോണിക് ക്ലോക്ക് ടവർ ഇൻ ലണ്ടൻ ആയിട്ടുള്ള ബിഗ് ബെൻ ആണ്. പണ്ട് 1859 ഈ ടവറിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. അങ്ങനെ നടന്ന് നമ്മൾ ലണ്ടൻ ഐയുടെ അടുത്തെത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ലണ്ടൻ ഐയിലേക്കാണ് പോകുന്നതെന്ന്. അല്ല, നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒരു ക്രൂയിസ് ട്രിപ്പ് ആണ്. പല കമ്പനീസും ഇങ്ങനെ ക്രൂസ് ഓൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സമ്മർ ടൈമിലാണ് വിസിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാത്തവർക്ക് അവിടെ ചെന്നും ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല തീ പൊള്ളുന്ന വെയിലായതുകൊണ്ട് തന്നെ ഒട്ടുമിക്കവരും കുടയും ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ക്രൂസിന്റെ ഉള്ളിൽ വെയിലൊന്നും കൊള്ളാതെ നല്ല സേഫ് ആയിട്ട് സുഖമായിട്ട് ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ ഇരിക്കണം. അതായത് നട്ടപ്ര വെയിലത്ത് വെയിൽ കൊണ്ടിരിക്കണം. ക്രൂസ് വന്ന സന്തോഷത്തിൽ പെട്ടെന്ന് ഉള്ളിൽ കയറിയിരുന്നു. പിന്നെയല്ലേ മനസ്സിലായത് എല്ലാവരും വന്നാലേ വണ്ടി എടുക്കുള്ളൂ. അങ്ങനെ പിന്നെയും വെയിലത്ത് കുറെ നേരം പോസ്റ്റ്. ഇതാണ് എല്ലാവരും ലണ്ടൻ ബ്രിഡ്ജ് ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്ന ബ്രിഡ്ജ്. ഇതാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ്. ടവർ ബ്രിഡ്ജ് കണ്ടപാടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ ക്രൂസ് ആയതുകൊണ്ട് എല്ലാവരും ഒരു സൈഡിൽ നിന്നതുകൊണ്ട് സിങ്ക് ആവില്ലല്ലോ എന്നുള്ള കോൺഫിഡൻസിൽ ഞങ്ങൾ വീഡിയോയും. ബൈ ദ വേ, ഈ ക്രൂസ് ട്രിപ്പ് ലണ്ടൻ ടവർ ബ്രിഡ്ജ് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവർ നമ്മളെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നാക്കും.
അങ്ങനെ മനോഹരമായ തേംസ് റിവറിലൂടെയുള്ള ആ ഒരു ക്രൂസ് ട്രിപ്പിന് ശേഷം നമ്മൾ വീഡിയോ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അത് പിന്നെ ഭൂമി ഉരുണ്ടതാണല്ലോ. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ലണ്ടനായി അതുപോലെ തന്നെ സിറ്റി ടൂറിലേക്കും പോയി. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ see you again with another beautiful video. Thanks for watching. Bye bye.